പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് മുന്നിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയേണ്ടതായി തോന്നിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇറാനുമായി ബന്ധപ്പെട്ട ഇറാന്റെ പവറും അതിന്റെ ശക്തിയെ കുറിച്ച് പറഞ്ഞപ്പോൾ പല ആളുകളും അന്ന് നമ്മെ വിമർശിച്ചിരുന്നു. നിങ്ങൾ മുമ്പ് ഇറാഖിനെ കുറിച്ച് പറഞ്ഞിരുന്നു, പറഞ്ഞു വലുതാക്കിയിരുന്നു, എന്തായി, എന്ത് സംഭവിച്ചു, ഇതിന് സമാനമാണ് ഇറാന് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ആ പറഞ്ഞ ആളുകളെല്ലാം ഇന്ന് തിരുത്തേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അമേരിക്ക പവർ ഉപയോഗിച്ച് ഇറാന് മുന്നിൽ ഒന്നും നേടാൻ സാധിക്കുകയില്ല എന്ന് ട്രംപിന് പോലും ബോധ്യപ്പെട്ട ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇറാൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് കരാറിൽ ഒപ്പിടേണ്ട ദുർഗതി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഉണ്ടായിരിക്കുകയാണ്. യുദ്ധം ഇനി തുടർന്നാൽ അമേരിക്കക്ക് ക്ഷതമേൽക്കുമെന്ന് ബോധ്യം ട്രംപിന് ഉണ്ടായതുകൊണ്ട് തന്നെ ഭീഷണികളും ഇറാന്റെ മുന്നിൽ നടപ്പിലാകില്ല എന്ന് തോന്നിയത് കൊണ്ട് ഇതാ ഇപ്പോൾ ഒരു കരാറിലേക്ക് എത്തിയിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു, ഇറാനിൽ അമേരിക്ക ഒരിക്കലും ആണവായുധം ഉപയോഗിക്കുകയില്ല. പരാജയപ്പെടുന്ന യുദ്ധമാണെങ്കിലും ആണവായുധം ഉപയോഗിക്കാൻ ഇറാനിൽ അമേരിക്കക്കോ ഇസ്രയേലിനോ സാധിക്കുകയില്ല എന്ന് കൃത്യമായി പറഞ്ഞിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ അന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, അങ്ങനെ ഒരു ആക്രമണം നടത്തിയാൽ തീർച്ചയായും ഇറാന്റെ ഭാഗത്ത് ആണവായുധമുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് പറയാൻ അമേരിക്കക്ക് കഴിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ അവസാനമായി യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു പ്രമേയം പാസാക്കിയത്. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച എല്ലാ യുറേനിയത്തിന്റെയും കണക്ക് പരിശോധിക്കണം, കണക്ക് നൽകണം, അതിനുവേണ്ടി പരിശോധനയ്ക്ക് അനുവദിക്കണമെന്ന്. കാരണം അങ്ങനെ ഒരു പരിശോധന പൂർത്തിയായാൽ ഒരുപക്ഷെ ആണവായുധം വേണമെങ്കിലും ഉപയോഗിക്കാം. നമുക്കറിയാം, മുഹമ്മദ് ഖദ്ദാഫിയെ കൊല്ലുന്ന സാഹചര്യം, യുറേനിയം സമ്പുഷ്ടീകരിക്കാൻ പാടില്ല, ആണവ നിലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഉപരോധം ഏർപ്പെടുത്തി. അങ്ങനെ അടച്ചുപൂട്ടുന്ന ഒരു ഘട്ടത്തിലേക്ക് അതിന് വിധേയപ്പെടുന്ന ഒരു സാഹചര്യം ലിബിയക്കുണ്ടായി. എന്നാൽ അങ്ങനെ ഒരു കരാറിലേക്ക് കടന്നു വരികയും അവിടെ ആണവായുധം ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തതിനു ശേഷം അവിടെ യുദ്ധം ചെയ്തു, ഖദ്ദാഫിയെ കൊന്നുകളഞ്ഞു. സമാനമായ രീതിയാണ് ഇറാഖിലും ചെയ്തത്. ഇറാഖ് വൻ ശക്തിയായിരുന്നു, ആണവായുധം അവിടെ ഇല്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം വീണ്ടും യുദ്ധം ചെയ്തു, സദ്ദാമിനെ കൊന്നുകളഞ്ഞു. എന്നാൽ ഇറാനിലും തയ്യാറാക്കിയത് ഇതേ പ്ലാൻ തന്നെയാണ്. എന്നാൽ ഇറാൻ അങ്ങനെ ഒരു പരിശോധനയ്ക്ക് അവർ അനുമതി നൽകിയില്ല. അവരുടെ രഹസ്യങ്ങൾ അവർക്കും അമേരിക്കക്ക് മുന്നിലോ ഇസ്രയേലിന് മുന്നിലോ യൂറോപ്പിന് മുന്നിലോ തുറന്നു വെക്കാൻ തയ്യാറായില്ല. പരിശോധിക്കുന്ന സംഘത്തെ അവരുടെ ഇത്തരത്തിലുള്ള നിലയങ്ങളിൽ നിന്ന് അവർ തടയുകയും ചെയ്തു. അതോടുകൂടെ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം ആയുധമായിട്ടുണ്ടോ പോർമുനകളായിട്ടുണ്ടോ എന്ന കാര്യം അമേരിക്കക്ക് പറയാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ആണവായുധം ഉപയോഗിച്ച് ആക്രമിക്കാൻ അമേരിക്കക്കോ ഇസ്രയേലിനോ ധൈര്യമില്ല. കാരണം അതേ രീതിയിൽ തിരിച്ചു കിട്ടിയാൽ പിന്നെ ഇസ്രയേൽ യുദ്ധം ചെയ്തതിൽ കാര്യമില്ല, ഇസ്രയേൽ ബാക്കി ഉണ്ടാവുകയില്ല. അവിടെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ പോയിന്റ്, അങ്ങനെ ഒരു വാർഹെഡ് ഉണ്ടാക്കിയാൽ തന്നെ, ആണവായുധം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇസ്രയേലിലേക്ക് എത്തിക്കാൻ പറ്റിയ സംവിധാനങ്ങൾ, മിസൈലുകൾ ഇറാന് മുന്നിൽ ഉണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം. പക്ഷെ അത് ഇറാൻ തെളിയിച്ചു കഴിഞ്ഞു. അവരുടെ ഹൈപ്പർസോണിക് മിസൈലുകൾ ഇറാന്റെയും ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ബേസുകളെ ആക്രമിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു പോർമുന അവരുടെ ഹൈപ്പർസോണിക് മിസൈലുകളിൽ ഘടിപ്പിച്ചാൽ ഇസ്രയേലിന്റെ അന്ത്യം അതോടെ ഉണ്ടാകും. എന്നാൽ ഇറാന്റെ മിസൈലുകൾ പിന്നെയും അവിടെ ബാക്കി ഉണ്ടാകും. കാരണം അവർ വലിയ പർവ്വതങ്ങൾക്കിടയിൽ, ഗ്രാനൈറ്റ് പർവ്വതങ്ങൾക്കടിയിലാണ് അവരുടെ ഇത്തരത്തിലുള്ള മിസൈലുകൾ ഉള്ളത്. അതുകൊണ്ട് ഒരു ആണവായുധം ഉപയോഗിച്ചാൽ പോലും അവരുടെ പ്രതിരോധ സംവിധാനങ്ങളെ ഇല്ലാതാക്കാൻ കഴിയില്ല. അവരുടെ ആണവായുധം ഉണ്ടെങ്കിൽ അത് തകർക്കാൻ കഴിയില്ല. അവരുടെ മിസൈൽ ഫെസിലിറ്റികൾ തകർക്കാൻ കഴിയില്ല. ഇങ്ങനെ ആണവായുധം ഉപയോഗിച്ച് ആക്രമിച്ചാൽ പോലും ആ ആക്രമണം നടന്ന രാഷ്ട്രത്തിൽ നിന്ന് തന്നെ സുരക്ഷിതമായി ഇസ്രയേലിനെയോ അമേരിക്കൻ ലക്ഷ്യങ്ങളെയോ ആണവായുധം ഉപയോഗിച്ച് ആക്രമിക്കാൻ അവർക്ക് കഴിയും എന്ന ബോധ്യം അമേരിക്കക്കും ഇസ്രയേലിനും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആണവായുധം ഉപയോഗിക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. അന്ന് ചില ആളുകൾക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായിരിക്കുകയാണ്. അങ്ങനെ ഒരു സാധ്യത ഇറാന് മുന്നിലില്ല. ഇറാൻ എന്നാണോ അവരുടെ കയ്യിൽ ആണവായുധങ്ങളില്ല, അവരുടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം എല്ലാം മറ്റൊരിടങ്ങളിലേക്ക് മാറ്റുകയും അവരുടെ കയ്യിൽ അതിന് സാധ്യമായ ഒരു സംവിധാനം ഇല്ല എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആണവായുധം ഉപയോഗിച്ച് ആക്രമിക്കാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയുന്നില്ല. കാരണം അത്രയും ദയനീയമായ പരാജയമാണ് അമേരിക്കയും ഇസ്രയേലിനും ഇറാന് മുന്നിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിലെങ്കിലും രക്ഷപ്പെടാൻ അവർ ശ്രമിക്കും. പക്ഷേ രക്ഷപ്പെടാൻ കഴിയാത്തതിന്റെ പ്രധാന കാര്യം ഇത് തന്നെയാണ്.